ഗോട്ട് സിനിമയുടെ ട്രെയിലറിൽ ഏറ്റവും അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ദളപതി വിജയുടെ ടൈറ്റിൽ കാർഡ് തന്നെയാണ്. ലിയോ റിലീസായപ്പോഴാണ് നമുക്ക് ആദ്യമായിട്ട് വിജയുടെ ഒരു ആനിമേറ്റഡ് ടൈറ്റിൽ കാർഡ് കിട്ടുന്നത്. അതിന് മുമ്പേ വരെ ജസ്റ്റ് പേരെഴുതി കാണിച്ചുള്ള പരിപാടി മാത്രമായിരുന്നു. എന്തായാലും ഗോട്ടിലോട്ട് വരുമ്പോൾ സിനിമയ്ക്ക് മുന്നേ ട്രെയിലറിൽ തന്നെ ടൈറ്റിൽ കാർഡ് കിട്ടി. മിക്കവാറും സിനിമയിലും ഇതേ ടൈറ്റിൽ കാർഡ് തന്നെ ആയിരിക്കും. പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ ഒരു 2-3 സെക്കൻഡ് കൊണ്ട് വിജയുടെ ആദ്യ സിനിമയെ നാളെയ തീർപ്പ് മുതൽ 68 സിനിമയെ ഗോട്ട് വരെയുള്ള സിനിമകളിൽ 25 ക്യാരക്ടേഴ്സിനെയാണ് ഈ ടൈറ്റിൽ കാർഡ് കാണിച്ചിരിക്കുന്നത്. വെറും 2-3 സെക്കൻഡ് കൊണ്ട് 25 ക്യാരക്ടേഴ്സിനെയാണ് കാണിച്ചിരിക്കുന്നത്. സോ ഏതൊക്കെയാണ് 25 സിനിമകൾ? അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ഷോ ഡൗൺ ടാക്കീസ്. ഞാൻ ശ്രീനന്ദൻ, ചെങ്ങന്നൂർ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ കുറേ കാലമായിട്ട് ഇന്നാക്റ്റീവ് ആയിരുന്നു. ഇപ്പോൾ വീണ്ടും റീആക്റ്റീവ് ആക്കിയിരിക്കുകയാണ്. സോ ഇനി അങ്ങോട്ട് ഇന്ത്യൻ മൂവി സീരീസ് റിലേറ്റഡ് ഒരുപാട് വീഡിയോസ് റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്തരം കണ്ടൻസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ടൈറ്റിൽ കാർഡിൽ ആദ്യം കാണിക്കുന്ന ഒബ്വിയസ്ലി വിജയ് നായകനായ ആദ്യ സിനിമ നാളെയ തീർപ്പിലെ ലുക്ക് തന്നെയാണ്. 1992 ഈ ഒരു മൂവി റിലീസായിട്ടുണ്ടായിരുന്നത്. അതിൽ വിജയുടെ ഇൻട്രോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബ്ലാക്ക് ബീനിട്ട് ചിരിച്ചുകൊണ്ട് വരുന്ന ഇൻട്രോയാണ്. ഇതിൻ്റെ ഒരു റീക്രിയേഷൻ പോലായിരുന്നു മെർസലിലെ വിജയുടെ ഇൻട്രോയും. നാളെയ തീർപ്പ് ഡയറക്റ്റ് ചെയ്തത് വിജയുടെ അച്ഛനായ S.A. ചന്ദ്രശേഖർ തന്നെയാണ്. ഈ ഒരു സിനിമ മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കത്തില്ലെങ്കിലും ഇതിൻ്റെ റിസപ്ഷനും അതിനുശേഷമുള്ള സ്റ്റോറി എല്ലാവർക്കും അറിയായിരിക്കും. സോ വിജയുടെ ഫേസ് കണ്ടിട്ട് ഈ ഒരു ഫേസ് കാണാൻ ആരെങ്കിലും തിയേറ്ററിൽ വരുമോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ആർട്ടിക്കിൾസൊക്കെ പല മാഗസിൻസിലും വന്നു. അതേ മാഗസിൻസിനെ കൊണ്ട് തന്നെ പിൽക്കാലത്ത് തിരുത്തി എഴുതിച്ച വിജയുടെ മോട്ടിവേഷൻ സ്റ്റോറി വളരെയധികം പോപ്പുലറാണ്. ആൻഡ് ഈ ഒരു ലുക്ക് വിജയുടെ ആ ഒരു നാളെയ തീർപ്പിലൊക്കെ ഉള്ള ഒരു യങ് ലുക്കാണ് CG ചെയ്തിട്ട് ഇപ്പം തിരിച്ചു കൊണ്ടുവന്ന് ഗോട്ടിലോട്ട് കൊണ്ടുവരുന്നത്. ആൻഡ് നമ്മുടെ ഡി ഏജിങ് വിജയെ പറ്റിയല്ല പറയുന്നത്, CG ചെയ്ത മൂന്നാമത്തെ വിജയുടെ ഗോട്ട് ട്രെയിലറുടെ ലുക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു ടെക്നോളജിയും ആ ഒരു ലുക്കിനെ കുറിച്ചൊക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നാളെയ തീർപ്പ് പരാജയമാണെങ്കിൽ കൂടെയും S.A. ചന്ദ്രശേഖർ സ്റ്റിൽ വിജയെ വെച്ചിട്ട് തന്നെ ഒരുപാട് മൂവീസ് വീണ്ടും ചെയ്തു. ആൻഡ് പുള്ളിയുടെ അസിസ്റ്റൻസും കുറേ മൂവീസൊക്കെ ചെയ്തു. പക്ഷേ മിക്കതും ബോക്സ് ഓഫീസിൽ വലിയ ചലനമൊന്നും ഉണ്ടാക്കിയില്ല. മിക്കതും പൊട്ടിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും. കുറേയൊക്കെ ആവറേജ് ആയിട്ട് പോയി. അങ്ങനെ വിജയ്ക്ക് വലിയൊരു ഹിറ്റൊന്നും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് 1996 പൂവേ ഉനക്കാക എന്ന മൂവി റിലീസാവുന്നത്. ആൻഡ് ഈ ഒരു മൂവിയാണ് വിജയുടെ കരിയർ തന്നെ ചേഞ്ച് ആക്കിയത്. വിക്രമൻ എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ഡയറക്റ്റ് ചെയ്തത്. ആൻഡ് വിജയ് ഒരു റൊമാൻറ്റിക് ഐക്കണായിട്ട് ഉയർന്നു വന്നത് ഈ ഒരു മൂവി കൊണ്ട് തന്നെയാണെന്ന് പറയാം. ഈ ഒരു മൂവിയുടെ ഹ്യൂജ് സക്സസ് കൊണ്ട് തന്നെ വിജയ് കുറച്ചുകൂടെ പോപ്പുലർ ആവുകയും നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഫേസിൽ നിന്ന് രക്ഷപ്പെടുക തന്നെ ചെയ്തു. ആൻഡ് ഈ ഒരു മൂവിക്ക് ശേഷം തൊട്ടടുത്ത വർഷമാണ് 1997 കാതലക്ക് മര്യാദ പുറത്തു വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ അനിയത്തിപ്രാവിൻ്റെ റീമേക്കാണ് കാതലക്ക് മര്യാദ. ആൻഡ് ഫാസിൽ തന്നെയാണ് ഡയറക്റ്റ് ചെയ്തത്. ഇതിൽ അഭിനയത്തിന് വിജയ്ക്ക് സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ബാക്ക് ടു ബാക്ക് 2 വർഷങ്ങളിൽ റൊമാൻസ് ബേസ് ചെയ്ത് 2 മൂവീസ് വന്ന് ഹ്യൂജ് ഹിറ്റ് ആയതോടുകൂടി വിജയുടെ തലവര തന്നെ മാറിയായിരുന്നു. കാതലക്ക് മര്യാദ കഴിഞ്ഞിട്ട് വിജയുടെ നെക്സ്റ്റ് ഒരു ബിഗ് ഹിറ്റ് 1999 പുറത്തിറങ്ങിയ തുള്ളാതെ മനവും തുള്ളുവാണ്. നമ്മളിൽ മിക്കവരും വിജയുടെ കണ്ടുള്ള ഏറ്റവും ഓൾഡസ്റ്റ് മൂവി ഇത് തന്നെയായിരിക്കും. കേരളത്തിലും തിയേറ്ററുകളായിക്കോട്ടെ TV-യിലായിക്കോട്ടെ വലിയ സക്സസ് ആയിട്ട് ഓടിയ ഒരു പടം തന്നെയാണിത്. സൂര്യ TV-യിലും കിരൺ TV-യിലൊക്കെ ഒരു ടൈമിൽ എപ്പോഴും ഈ പടം വരുമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ പടത്തിലെ ലുക്കൊന്നും ഈ ഒരു ടൈറ്റിൽ കാർഡിൽ കിട്ടുന്നില്ല. ഡയറക്റ്റ് കാതലക്ക് മര്യാദ കഴിഞ്ഞിട്ട് കുഷിയിലോട്ടാണ് ഇവർ പോകുന്നത്. 2000 കുഷി റിലീസ് ആവുന്നത്. മേ ബി ലുക്കിൽ ആ ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ വേണ്ടി അറിയാം. കുഷിയിൽ തൊപ്പി വെച്ച ലുക്കാണ് കൊണ്ടുവന്നത്. ആൻഡ് ആദ്യം കണ്ടപ്പോൾ യൂത്താണെന്നാണ് വിചാരിച്ചത്, യൂത്തിലും തൊപ്പി വെച്ച് വരുന്നുണ്ട്. പക്ഷേ ഇത് കുഷി തന്നെയാണ്, ബിക്കോസ് കുഷിയാണ് കുറച്ചുകൂടെ ഐക്കോണിക് ആയിട്ടുള്ള ഫിലിം. അപ്പോൾ അതിനുശേഷം നമുക്ക് കിട്ടുന്ന ലുക്ക് ബദ്രിയിലെയാണ്. സോ ബദ്രിയുടെ തുടക്കത്തിൽ വരുന്ന ഒരു കൂലി ലുക്ക് ഉണ്ടല്ലോ, തലയെ കെട്ടൊക്കെ കെട്ടി, ആ ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ബദ്രി വിജയുടെ കരിയറിലെ ഒരു ഡിഫറൻറ്റ് മൂവി തന്നെയായിരുന്നു. 2001 അത് റിലീസായത്. ഒരു സ്പോർട്സ് ഓറിയൻറ്റഡ് മൂവി ആയിട്ടായിരുന്നു ബദ്രി വന്നിട്ടുണ്ടായിരുന്നത്. ബദ്രിക്ക് ശേഷം നമുക്ക് കിട്ടുന്നത് വിജയുടെ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മൂവീസിലൊന്നായി തിരുമലയാണ്. സോ 2003 പറഞ്ഞ തിരുമലയിലൂടെയാണ് വിജയ് പുതിയൊരു ലുക്ക് വരുന്നത്. അതുവരെ കട്ടിമീശ വെച്ച് വന്ന വിജയ് ഒരു ട്രിമ്മഡ് ലുക്കിലാണ് തിരുമല മുതൽ വരാൻ തുടങ്ങിയത്. ആ ഒരു ട്രിമ്മഡ് ലുക്ക് വിജയ് ആയിരിക്കും നമുക്ക് ചൈൽഡ്ഹുഡ് തൊട്ടേ അറിയാവുന്നൊരു വിജയ്. തിരുമല കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഗില്ലി കിട്ടുകയാണ്. സോ ഗില്ലി വിജയുടെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഐക്കോണിക് മൂവീസ് ആണെന്ന കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ നമുക്ക് നെക്സ്റ്റ് കിട്ടിയത് ഗില്ലിയാണ്. ഗില്ലിക്ക് ശേഷം തൊട്ടടുത്ത വർഷം തന്നെ പുറത്തിറങ്ങിയ തിരുപ്പാച്ചിരി ലുക്ക് കിട്ടുന്നു. ദെൻ ഡയറക്റ്റ് പോക്കിരിയിലോട്ടാണ് പോകുന്നത്. കാരണം തിരുപ്പാച്ചി കഴിഞ്ഞ വന്ന മൂവീസിൽ സച്ചിൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും കുറച്ചുകൂടി ആക്ഷൻ ഓറിയൻറ്റഡ് ആയതുകൊണ്ടായിരിക്കാം ഡയറക്റ്റ് പോക്കിരിയിലോട്ട് പോയത്. ആൻഡ് പോക്കിരിയും മറ്റൊരു ഐക്കോണിക് മൂവി തന്നെയായിരുന്നു. ദെൻ നമുക്ക് വേട്ടക്കാരനാണ് കിട്ടുന്നത്. നമുക്കറിയാം പോക്കിരി കഴിഞ്ഞിട്ട് വന്ന മിക്ക മൂവീസും അത്ര വലിയ ബോക്സ് ഓഫീസ് ആണെങ്കിലും ചലനമൊന്നും ഉണ്ടാക്കിയില്ല. സോ ഡയറക്റ്റ് വേട്ടക്കാരനിലോട്ട് പോയി. വേട്ടക്കാരന് ശേഷം 2015 പുറത്തിറങ്ങിയ ബോഡി ഗാർഡിൻ്റെ റീമേക്കായ കാവരനിലെ ലുക്ക് വരുന്നു. അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ വേലായത്ത് ലുക്കാണ് നെക്സ്റ്റ് കിട്ടുന്നത്. ആ വേലായത്തിലെ ആ ഒരു സൂപ്പർ ഹീറോ ടൈപ്പ് ലുക്ക്. അതിനുശേഷം ഇതാ ഡയറക്റ്റ് തുപ്പാക്കിയിലോട്ട് പോവുകയാണ്. എഗെയിൻ നൻപൻ ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു 25 ക്യാരക്ടേഴ്സിനെ കറക്റ്റായിട്ട് കൊണ്ടുവരണമെന്നും ഉണ്ട്. ആൻഡ് അതിൽ തന്നെ ലുക്ക് ഡിഫറൻസ് മാക്സിമം കൊണ്ടുവരാൻ നോക്കുകയും വേണം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നൻപനും സച്ചിനും ഒക്കെ ഒഴിവാക്കിയത്. തുപ്പാക്കി കഴിഞ്ഞിട്ട് ഒബ്വിയസ്ലി തലൈവ കിട്ടുന്നു. ദെൻ ജില്ല കിട്ടുന്നു. അതിനുശേഷം കത്തി,
ആൻഡ് ദെൻ പുലി പറഞ്ഞ പോലെ തന്നെ വിജയുടെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഡിസാസ്റ്റേഴ്സ് ആണെങ്കിൽ കൂടെ ആ ഒരു ലുക്ക് ഡിഫറൻസ്, കോസ്റ്റ്യൂം ഡിഫറൻസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ആകാം ഉൾപ്പെടുത്തിയത്. ദെൻ തേരി, അതിനുശേഷം മെർസൽ. പക്ഷേ മെർസൽ കഴിഞ്ഞിട്ട് ബിഗിലോട്ടാണ് ഡയറക്റ്റ് പോകുന്നത്. വേണമെങ്കിൽ സർക്കാർ വെക്കായിരുന്നു. സർക്കാർ ഒരുപാട് പേർക്ക് മിക്സഡ് റെസ്പോൺസുള്ള മൂവിയാണെങ്കിൽ ബോക്സ് ഓഫീസ് വൈസ് വലിയ വിജയം തന്നെയാണ് സർക്കാർ. പക്ഷേ സർക്കാർ വെക്കാതെ ഡയറക്റ്റ് ബിഗിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ, ഇവിടെ അടുപ്പിച്ച് തെരി, മെർസൽ, ബിഗിലാണ് വെച്ചേക്കുന്നത്. അതായത് ഒറ്റയടിക്ക് അടുപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്ന അറ്റ്ലിയുടെ 3 മൂവീസാണ്. അതിനുശേഷം ഒബ്വിയസ്ലി മാസ്റ്റർ വരുന്നുണ്ട്, പിന്നെ ബീസ്റ്റ്, വാരിസ്, ലിയോ ആൻഡ് ദെൻ ഗോട്ടിൽ നമ്മുടെ ഫസ്റ്റ് ലുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പൈലറ്റ് ടൈപ്പ് കോസ്റ്റ്യൂം ഇട്ടുള്ള ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ലിയോയിൽ നമുക്കറിയാം ഒബ്വിയസ്ലി പാർത്ഥിവൻ്റെ ആ ഒരു ഷോട്ട്, ആ ഒരു തോക്ക് ഇങ്ങനെ കറക്റ്റ് കറങ്ങി വന്നിട്ടൊരു പെർഫെക്റ്റ് ഷോട്ട് തന്നെയായിരുന്നു പാർത്ഥിവനിലോട്ട് വരുന്നത്. അങ്ങനെ 1992 നാളെയ തീർപ്പ് മുതൽ 2024 ഗോട്ട് വരെ 32 വർഷങ്ങൾ, 68 സിനിമകൾ. അതിൽ നിന്നും തിരഞ്ഞെടുത്ത 25 ക്യാരക്ടേഴ്സാണ് ഗോട്ടിൻ്റെ ട്രെയിലറുള്ള വിജയുടെ ടൈറ്റിൽ കാർഡിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തുള്ളാതെ മനവും തുള്ളും, സച്ചിൻ, നൻപൻ, അങ്ങനെ ഐക്കോണിക് ആയിട്ടുള്ള പല മൂവീസും വിജയുടെ ഒരു ടൈമിൽ ഹയസ്റ്റ് ഗ്രോസീസിൽ വന്നത് സർക്കാർ പോലും ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്യപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്കവാറും ലുക്സ് ബേസ്ഡ് ആയിരിക്കും നോക്കിയത്. കാരണം വിജയ് പല മൂവീസിലും ഏകദേശം ഒരു ടൈമിൽ സിമിലർ ലുക്സിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഗില്ലി ടൈം എടുത്താലും മധുരയിലാണെങ്കിലും അത് കഴിഞ്ഞ് വന്ന സച്ചിനിലാണെങ്കിലും ഒക്കെ ഏകദേശം സിമിലർ ലുക്സ് തന്നെയാണ് വരുന്നത്. സോ ആ ഒരു ലുക്കിലോട്ട് അധികം പോവാതെ പകരം വെറൈറ്റി ലുക്സിലോട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുലിയൊക്കെ വന്നതും എന്നാൽ അറ്റ് ദ സെയിം ടൈം തുള്ളാതവനവും തുള്ളുമൊക്കെ പുറത്തായതും. എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ 25 ക്യാരക്ടേഴ്സിനെ നിർബന്ധമായിട്ടും വെക്കണമെന്നൊരു അജണ്ടയൊക്കെ ഉള്ള പോലെയാണ് തോന്നിയത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ജസ്റ്റ് കുറേ സെക്കൻഡ്സ് വന്നു പോകുന്ന ഒരു ടൈറ്റിൽ കാർഡാണ്. നമ്മളിപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ള ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഇങ്ങനെ ചെകഞ്ഞ് നോക്കിയത്. ഇതിലിപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് പല മൂവീസും ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. സോ ഗോട്ട് എന്തായാലും റിലീസാവാൻ പോവാണ്. ഇപ്പോൾ മൂവിയുടെ എക്സ്പെക്റ്റേഷൻസ് എന്താണെന്നുള്ളത് കൈൻഡ് മിക്സ്ഡ് ആണ്. ഇപ്പോൾ അതിൻ്റെ ട്രെയിലറിൽ നിന്ന് ഒരേ സമയം പ്രതീക്ഷയും കിട്ടുന്നുണ്ട്, കുറച്ച് ടെൻഷൻസും ഉണ്ട്. ഒരുപാട് പേര് നെഗറ്റീവായിട്ട് ഇരിക്കുന്നു, ഒരുപാട് പേര് പോസിറ്റീവായിട്ട് ഇരിക്കുന്നു. എന്താകും എന്നുള്ളത് പടം റിലീസായിട്ട് തന്നെ കണ്ടറിയാം. അപ്പോൾ എന്തായാലും മൂവിയുടെ ഒരു ട്രെയിലർ ബ്രേക്ക് ഡൗൺ നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഇന്ത്യൻ മൂവീസും സീരീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചാനലിൽ ഇനിയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം ഷോഡൗൺ ടാക്കീസ്.